മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. യേശു ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. യേശു കൈകൾ വച്ച് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി ചിലർ ശിശുക്കളെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ സഹായിച്ചു. എന്നാൽ അവൻ പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുത്ത് വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുതേ. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. അവൻ അവരുടെ മേൽ കൈകൾ വച്ച ശേഷം അവിടെ നിന്നും പോയി. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വചനഭാഗമാണ് നാം വായിച്ചു കേട്ടത്. എന്നാൽ ഏറ്റവും വലിയ മിസ്റ്ററി, ദിവ്യരഹസ്യമാണ് കർത്താവ് അതിലൂടെ പറഞ്ഞിരിക്കുന്നത്. കാരണം സുവിശേഷം നാം മനസ്സിലാക്കണമെങ്കിൽ നാം ശിശുക്കളെ പോലെ ശുദ്ധിയുള്ളവരായാൽ മാത്രമേ, അവരെ പോലെ നിഷ്കളങ്കരായാൽ മാത്രമേ നമുക്ക് ആ സുവിശേഷത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും നാം സ്വർഗരാജ്യത്തിന് വേണ്ടി ശ്രമിക്കുവാനും സാധ്യമാകൂ. നമ്മൾ ശിശുവിനെ പോലെ ആകുമ്പോൾ നിർമ്മല ഹൃദയത്തോടുകൂടി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഓരോ പ്രാർത്ഥനയിലും ഓരോ പ്രവർത്തനത്തിലും നാം എന്തെല്ലാം ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്നുണ്ടോ അതെല്ലാം എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ നൽകിയ അവസരങ്ങളാണ്. അത് ഞാൻ വിനിയോഗിക്കുന്നു. എനിക്ക് ആരോട് ശത്രുതയില്ല. ശിശുക്കൾ അങ്ങനെയാണല്ലോ. അഥവാ ഏതെങ്കിലും രീതിയിൽ അവർ വഴക്കിട്ടുണ്ടെങ്കിൽ അതേ സമയം തന്നെ അവർ അല്പനേരം കഴിഞ്ഞിട്ടാണെങ്കിലും അവർ വീണ്ടും ഒന്നുചേരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റുകൾ സംഭവിക്കാറുണ്ട്, മറ്റുള്ളവരോട് ദേഷ്യപ്പെടാറുണ്ട്. പല രീതിയിലും നമ്മൾ അകൽച്ചയിലേക്ക് പോകുന്തോറും കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്, നീ അനുതപിക്കുക, മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സുവിശേഷം സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ളതാണെന്നുള്ള സത്യം ലോകത്തെ അറിയിക്കുവാൻ നാമും ശിശുക്കളെ പോലെ ആവുമ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും എല്ലാം എന്നും അനുഗ്രഹമായി മാറിക്കൊണ്ട് ദൈവിക രാജ്യത്തിൽ നാം ഓരോരുത്തരും എത്തിച്ചേരുവാൻ സാധിക്കും. അതിനുള്ള കൃപകൾ നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ തോമസ് ജോർജ് പാണശ്ശേരി.